ഹായ് ഗായ്സ്, വെൽക്കം ടു another വീഡിയോ ഓഫ് ദ ചാനൽ. സോ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ ഡാബിയുടെ ഒരു റിവ്യൂ ആണ്. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, കുറേ നാളായിട്ട് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ എപ്പോഴും വൺ സൈഡഡ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നൊരു കോമ്പറ്റീഷനാണ്, മാച്ചാണ്. കാര്യം ഷിയർ ഡോമിനൻസ് ആണ് പെപ് ഗോർഡിയോളയുടെ സൈഡിൽ നിന്ന് ഇത്രയും വർഷം പ്രീമിയർ ലീഗിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ടിൽ ലാസ്റ്റ് സീസൺ, ഐ വുഡൻറ്റ് സേ ലാസ്റ്റ് സീസൺ വാസ് എ വെരി വെരി പോയിന്റ്ലെസ് സീസൺ ആണ് സിറ്റി സംബന്ധിച്ച്. ബിക്കോസ് ഞാൻ പറയില്ല, ഒരു പവർ കർവ് കഴിഞ്ഞു തുടങ്ങുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസൺ. പക്ഷേ അത് അപ്പം പോലും എപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും പെപ് ഗോർഡിയോളയ്ക്ക് അപ്പർ ഹാൻഡ് കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് ആസ് എ വ്യൂവർ. പക്ഷേ ഈ ഒരു ഇതിലോട്ട് വരുമ്പോൾ എനിക്ക് ഫീൽസ് എ ബിറ്റ് ട്രിക്കി. കാര്യം ലാസ്റ്റ് സീസണിൽ ഇതേ ഫിക്സറിൽ എത്തിഹാദിൽ തോറ്റ ടീമാണ് മാഞ്ചസ്റ്റർ സിറ്റി യുണൈറ്റഡിനോട്. സോ ഈ ഫിക്സറിലോട്ട് വരുമ്പോൾ ഐ തിങ്ക് യുണൈറ്റഡ് ആർ മോർ കോമ്പറ്റീറ്റീവ് കഴിഞ്ഞ സീസണേക്കാളും. കാര്യം എനിക്ക് തോന്നുന്നത് അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ വിൻഡോ തന്നെയായിരുന്നു. കാര്യം ബോട്ടൻ സെസ്കോയിലോട്ട് ഞാൻ വരാം. പക്ഷേ അതിനു മുമ്പ് അവർ എബുഎമ്മനും മേടിച്ചു. ടോപ്പ് ക്വാളിറ്റി സൈനിങ് ആണ്. കാര്യം പ്രീമിയർ ലീഗ് പ്രൂൺ ആണ്. അപ്പോൾ ദാറ്റ്സ് നത്തിങ് മോർ ടു എക്സ്പ്ലെയിൻ അബൌട്ട് ഹിം. പിന്നെ യു എഫ് കൂന്യ ഐ തിങ്ക് കൂന്യ ഫിറ്റ് ആയിരിക്കും എന്ന് കേൾക്കുന്നു. അപ്പോൾ കൂന്യ ഉണ്ടാവും ആൻഡ് ഷെസ്കോ ഉണ്ട്. അപ്പോൾ ഞാൻ പറയില്ല, ദാറ്റ്സ് എൻ എലീറ്റ് അറ്റാക്ക്. അത് ഓൺ ഫ്ലോ ആവണം, അത് വേറെ കാര്യം. ഓൺ പേപ്പർ നോക്കുമ്പോൾ ദാറ്റ്സ് എ വെരി വെരി ഗുഡ് അറ്റാക്ക്. ആൻഡ് ടീം വൈസ് അയൽസെ ഞാൻ പറയില്ല, ബാലൻസ് ഇഷ്യൂ രണ്ട് ടീമിനുണ്ട്. സ്പെഷ്യലി ഇപ്പോൾ യുണൈറ്റഡിൻ്റെ കേസ് വരുമ്പോൾ എപ്പോഴൊക്കെ ബ്രൂണോ ഡി എം ആയിട്ട് ഐ മീൻ ഹി ഷെയർസ് എ പിവട്ട് വിത്ത് കസമീറോ ഓർ ഗാർട്ട്, മിഡ്ഫീൽഡ് പൊട്ടും. അതൊരു ഫാക്റ്റാണ്. കാര്യം ബോൾ ഹോൾഡ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ അല്ല ബ്രൂണോ. സോ അങ്ങനത്തെ ഒരു പ്ലെയർ അവിടെ കളിക്കുമ്പോൾ എന്തായാലും ഇഷ്യൂ ഉണ്ടാവും. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ, സിറ്റിയുടെ കേസ് വരുമ്പോൾ, പെപ്ലിൻഡേഴ്സ് ക്ലോപ്പിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു പണ്ട്, ഹി വെൻഡർ. പെപ്ലിൻഡേഴ്സിൻ്റെ കളി സിറ്റിയുടെ ഐ മീൻ ഹിസ് ഹാൻഡ്സ് ഫുൾ ഉണ്ട് ഇപ്പോൾ സിറ്റിയുടെ ഇപ്പോഴത്തെ കളിയിൽ. കാര്യം ദർ ഡിപ്പെൻഡിങ് എ ലോട്ട് ഓൺ ട്രാൻസിഷൻസ്, ഓഫ് ദ ബോൾ മൂവ്മെൻറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സൈഡായി മാറിക്കഴിഞ്ഞു. അത് അൺഫോർച്ചുനേറ്റ്ലി സിറ്റി പ്ലേയേഴ്സിനെ കൊണ്ട് പറ്റില്ല. ദേ ആർ നോട്ട് ഡ്രിൽഡ് ഫോർ ദാറ്റ്. സിറ്റി പ്ലേയേഴ്സ് ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് കൊടുത്തുകൊണ്ടിരുന്നൊരു ടീമല്ല. ബിക്കോസ് ദേ ഡോമിനേറ്റ് പൊസിഷൻ ഇത്ര ഒന്നാണ്. ഇപ്പം അതല്ല. ഇപ്പോൾ ഓഫ് ദ ബോൾ വർക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. ട്രാൻസിഷനിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ യു പ്ലേ എ ഹൈ ലൈൻ. ഓഫ് ദ ബോൾ വർക്ക് റേറ്റ്, കൗണ്ടർ പ്രസ്സിങ് ഒക്കെ കറക്റ്റ് ആയില്ലെങ്കിൽ ഡിഫൻസ് ബ്രേക്ക് ആവും, മിഡ്ഫീൽഡ് പൊട്ടും. സ്പെഷ്യലി റോഡ്രിക്ക് ഒരാൾക്ക് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്കല്ല ഇത് വരാൻ പോകുന്നത്. കാര്യം യു ആർ പ്ലേയിങ് എ വെരി വെരി ഹ്യൂജ് ഹൈ ലൈൻ ആൻഡ് റിക്കവറി പേസ് ഇല്ലാത്ത സെൻറ്റർ ബാക്സിനെ വെച്ചാൽ കളിക്കുന്നത്. സോ ഐ ഫീൽ അതൊരു വളരെ ട്രിക്കി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. കാര്യം ബ്രൈറ്റൻ്റെ കൂടെ തന്നെ നമ്മൾ കണ്ടു സിറ്റി എത്രത്തോളം ട്രാൻസിഷനിലും ഐ മീൻ മിഡ് വേ എന്നൊക്കെ ട്രാൻസിഷൻ വരുമ്പോൾ ഹാഫ് ലൈൻ്റെ അവിടെ നിന്നൊക്കെ പെട്ടെന്നൊരു ചെറിയൊരു ബ്രേക്ക് ഓഫ് പ്ലേ ഉണ്ടാകുമ്പോൾ പോലും വിങ്ങേഴ്സിനെയോ ഫ്രണ്ടിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെയോ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല സിറ്റിക്ക്. പിന്നെ സെക്കൻഡ് തിങ് മെയിൻലി ഞാൻ കാണുന്നത് ദേ ഡോണ്ട് ഹാവ് എ റൈറ്റ് ബാക്ക്. കൂനിയുണ്ട്, ദേ ഓൾസോ ഡോർഗു. രണ്ടുപേരും മൊറോഡ് ചെയ്ത് കളിക്കുന്ന പ്ലേയേഴ്സാണ്, ഇൻസൈഡ് ആൻഡ് ഔട്ട് സൈഡ്. ഡോർഗുവിന് രണ്ടും കളിക്കാൻ പറ്റും. ഹീസ് ഗുഡ് വിത്ത് ബോത്ത് ഫുഡ്. സെയിം വിത്ത് കൂനിയ ആണെങ്കിൽ ഇൻമെൻസ് ആയിട്ട് വർക്ക് റേറ്റ് കൊടുക്കുന്ന ഒരു പ്ലെയറാണ്. എനിക്കറിയില്ല കൂനിയ സ്റ്റാർട്ട് ചെയ്യില്ലോ, പക്ഷേ ഇൻക്രെഡിബിൾ വർക്ക് റേറ്റ് കൊടുക്കുന്ന പ്ലേയേഴ്സാണ്. എനിക്ക് തോന്നുന്നില്ല സിറ്റി പ്ലേയേഴ്സിന് മാച്ച് ചെയ്യാൻ പറ്റുന്നത്. കാര്യം കൂനിയുടെ വർക്ക് റേറ്റിന് മുമ്പിൽ കുഞ്ഞിയുടെ വർക്ക് റേറ്റ് ഒറ്റയ്ക്ക് ആ ഒരൊറ്റ വർക്ക് റേറ്റിന് മുമ്പിൽ പോലും പിടിച്ചെടുക്കാൻ പറ്റാത്ത ടീംസ് ഉണ്ട്. കാര്യം ഇത്ര ഇൻറ്റൻസ് ആണ് പുള്ളി. ഇപ്പം ആൾക്കാർ ഡേറ്റ ഒക്കെ കൊണ്ടുവരും, അതായത് പ്രീമിയർ ലീഗ് ഏറ്റവും കൂടുതൽ നടന്ന പ്ലെയർ കൂനിയാണ്. അതൊന്നും നമുക്ക് അത് ഒരു വിയേർഡ് സ്റ്റാറ്റാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കൂന്യ പ്രസ് ചെയ്യുമ്പോഴോ കൂന്യ ഡ്യുവല് വിൻ ചെയ്യാൻ നോക്കുമ്പോഴോ അതിന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം അതിലൊരു ഗ്രിറ്റ് ഉണ്ട്. ഇത്രയും നാൾ യുണൈറ്റഡിന് അങ്ങനത്തെ ഒരു പ്ലെയർ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഇൻറ്റൻസിറ്റി സിറ്റിക്ക് ഒരിക്കലും മാച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് റോഡ്രി ഫുള്ളി ഫിറ്റ് ആണെന്ന് പറയില്ല. നിക്കോ ഗോൺസാലസ് കളിക്കുകയാണെങ്കിൽ വിത്ത് റേഞ്ചേഴ്സ് ആണ്. ആ വൂൾസ് ഗെയിമിന് ശേഷം റേഞ്ചേഴ്സ് സെക്കൻഡ് ഗെയിം സ്പേഴ്സിലാണെങ്കിൽ ഹി വാസ് വെരി ഇൻവിസിബിൾ ആയിരുന്നു. കാര്യം പുള്ളി ഇപ്പോഴും സെറിയയിലാണോ എന്നുള്ളൊരു ഡൗട്ട് പുള്ളിക്കുള്ള പോലെ എനിക്ക് തോന്നുന്നു. ഹിസ് ഹൈലി ടെക്നിക്കൽ, ഹൈലി സോളിഡ് ആണ് ഇൻ എവറി ആസ്പെക്ട്സ്. പക്ഷേ ലീഗായിട്ട് അഡാപ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാര്യം ഇപ്പോഴും ഹി ഫീൽസ് ബോൾ കൊണ്ട് ഡ്രൈവ് ചെയ്ത് അങ്ങനെ അങ്ങ് പോകാം എന്ന് വെച്ചാൽ പറ്റില്ല. കാര്യം പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ സെൻട്രൽ സ്പേസ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. നമ്മൾ വിങ് പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ സെൻട്രൽ സ്പേസ് ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു വളരെ വലിയ ഫാക്ടറാണ്. അപ്പോൾ റേഞ്ചേഴ്സിന് അത് പറ്റില്ല. ആൻഡ് ഐ തിങ്ക് ഞാൻ പറയില്ലേ, ഹൈ പ്രസ്സിങ് മോൺസ്റ്റേഴ്സ് ആണ് രണ്ടും. ഇഫ് മൗണ്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അറ്റാക്കിൽ വിത്ത് കൂനിയൻ എംബൂം, എനിക്ക് തോന്നുന്നു യു വിൽ ഹാവ് 3 ഗുഡ് പ്രസ്സേഴ്സ് ദർ വിത്ത് ഡോർഗു ആൻഡ് അമാദ് ഓർ മസറോവി ആസ് എ വിങ് ബാക്ക്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ടീമിൻ്റെ സ്ട്രക്ചർ വൈസ് ഈവൻ ദോ ദേ ആർ ഇൻ എ വെരി
ഡിഫിക്കൾട്ട് സ്റ്റേറ്റ്. യുണൈറ്റഡ് ആണ് മച്ച് ബെറ്റർ ദൻ സിറ്റി റൈറ്റ് നൗ. കാര്യം സിറ്റി വളരെ ഷേക്കിയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ ഐ തിങ്ക് ആ ഒരു സിറ്റുവേഷൻ അത് ഞാൻ പറയില്ല, ഓഫ് ദ ബോൾ വർക്ക് റേറ്റിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നില്ല, സിറ്റി പ്ലേയേഴ്സ് ആർ നോട്ട് യൂസ് ടു ദാറ്റ്. അപ്പോൾ അതവരെങ്ങനെ ഓവർകം ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ബിക്കോസ് അവരുടെ ഫ്രണ്ട് ലൈൻ ഇപ്പോൾ ഹാലൻഡ് ഇസ് എ വെരി ഗുഡ് പ്രസർ. അല്ലാണ്ട് മാർമൂഷ് പക്ഷേ മാർമൂഷ് ഇഞ്ചോർഡാണ്. ആൻഡ് വിങ്ങേഴ്സ് ആണെങ്കിലും അവർക്ക് എക്സാക്റ്റ് ആയിട്ട് എങ്ങനെ കൗണ്ടർ പ്രസ് ചെയ്യണമെന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം അവർ ദേ ആർ നോട്ട് യൂസ് ടു ദാറ്റ്. അവർ ചെയ്തിട്ടില്ല, ദേ ആർ നോട്ട് ഡ്രിൽഡ് ഫോർ ദാറ്റ്. ഇപ്പോൾ ഓരോ ടീമിനും ഓരോ രീതിക്കാണ് ഷേപ്പ് ചെയ്ത് വെക്കുന്നത് മാനേജേഴ്സ്. ഇപ്പോൾ ആർട്ടേറ്റ ജസ്റ്റ് ഡ്രിൽ ദ ടീം ടു ഡിഫെൻഡ്, അല്ലാണ്ട് ആ ഒരു ടീമിന് പ്രോപ്പർ ആയിട്ടുള്ള അറ്റാക്കിംഗ് പാറ്റേൺസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് ഗോ ടു ദ ഐ മീൻ ഒരു ബോക്സിന്റെ എഡ്ജ് ഓഫ് ദ ബോക്സ് പോവുക, ക്രോസ് ഇടുക, ഓർ ഇറ്റ്സ് അബൌട്ട് ഡയറക്ട്ലി മൂവിങ് ദ ബോൾ ഫേസ് സ്ട്രൈക്കർ. എന്നാലും അത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ചെയ്യൂല. ദർ ജസ്റ്റ് ഡ്രിൽ ടു ഡിഫെൻഡ്. ആർസണൽ അതാണ് ചെയ്യുന്നത്. പക്ഷെ അതേപോലെ തന്നെയാണ് സിറ്റി ഇസ് നോട്ട് ഡ്രിൽ ടു പ്രസ്. വർക്ക് റേറ്റ് ഇട്ട് കളിക്കുന്ന ഒരു ടീമേ ആയിരുന്നില്ല സിറ്റി, ബിക്കോസ് ദ ബോൾ അവരുടെയിലായിരുന്നു ഫുൾ ടൈം. ദേ അബ്സോർബ് ദ പ്രഷർ, ദേ പുഷ് ദി ഓപ്പോസിഷൻ ബാക്ക്വേർഡ്സ് ടു ദെയർ പോസ്റ്റ്. എന്നിട്ട് അവർ ഇട്ട് വലിപ്പിച്ചാണ് അവർ ഗോൾ അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റൈൽ ഇപ്പം നടക്കൂല. ഇപ്പോഴത്തെ ലീഗായിട്ട് അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ യു നീഡ് വർക്ക് റേറ്റ്. ഒരാൾക്ക് മാത്രം ടീമിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഐ തിങ്ക് ഒരാളെന്ന് ഉദ്ദേശിച്ച റോഡ്രീനെയാണ്. അപ്പോൾ ഐ തിങ്ക് ഓവറോൾ ആയിട്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയാലും ഫുൾ ബാക്സ് ആയാലും ആൻഡ് ഫോർവേഡ്സ് ആയാലും ഇൻക്ലൂഡിങ് ഹാലൻഡ് ഇൻ മൈ ഒപ്പീനിയൻ. പക്ഷേ ഹാലൻഡിനെ ഐ ഡോണ്ട് തിങ്ക് അത് ഫീസിബിൾ ആവും. അപ്പോൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആരാണോ, ഷർക്കീസ് ഔട്ട് ഇൻജോർഡ്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആരാണോ കളിക്കുന്നത് ആ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഇമ്മൻസ് ആയിട്ട് വർക്ക് റേറ്റ് കൊടുക്കേണ്ടി വരും. കാര്യം പെപ്പ് ലിൻഡേഴ്സ് വന്നുകൊണ്ടാണോ ദേ ആർ ട്രൈങ് ടു ഇംപ്ലിമെന്റ് ന്യൂ സ്റ്റഫ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന അവർ വളരെ വലിയ ഹൈലൈനാണ് കളിക്കുന്നത്. ആൻഡ് റിക്കവറി പേസ് ഇല്ലാത്ത സെൻറ്റർ ബാക്സ് ആണ്. കുസിനോവിന് ഇഞ്ചുറി വന്നു, ജോൺ സ്റ്റോൺസ് ഇസ് ഔട്ട്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ്. സത്യം പറഞ്ഞു സിറ്റിക്ക് ഒട്ടും ഇപ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലല്ല സിറ്റി. കാര്യം യു പ്ലേ ഹൈലൈൻ വിത്ത് റൂബൻ ഡിയാസ്, അത് ഡയബോളിക്കലാണ്. അതൊരിക്കലും അങ്ങനെ കളിക്കരുത് ഒരിക്കലും. അപ്പോൾ എനിക്ക് തോന്നുന്നത് റൂബൻ ഡിയാസിനെ പറ്റില്ല. റൂബൻ ഡിയാസ് സിൻസ് ജനുവരിയിൽ ഒരു കാഫ് ഇഞ്ചുറി വന്നതിന് ശേഷം ഹീസ് ബിൻ വെരി ബാഡ്, വെരി ഡോഡ്ജിയാണ്. അപ്പോൾ എല്ലാം ഫാക്ടേഴ്സ് ഉണ്ട്. യു ഡോണ്ട് ഹാവ് റൈറ്റ് ബാക്ക്. അപ്പോൾ റൈറ്റ് വിങ്ങേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു അൺസർട്ടനിറ്റിയാണ്. ഓവറോൾ നോക്കുമ്പോൾ സിറ്റി ഇസ് ഇൻ എ വെരി വെരി ഡൗട്ട്ഫുൾ പ്ലേസ്. എനിക്ക് തോന്നുന്നു സീസൺ തുടങ്ങിയതിനേക്കാളും വലിയൊരു ഡൗട്ടിലാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സിറ്റി ഉള്ളത്. പക്ഷേ പ്രോഗ്രസ് ചെയ്യും തോറും ദേ വിൽ ബി ഗുഡ്. എനിക്കറിയില്ല. പക്ഷേ ഈ മാച്ചിലോട്ട് വരുമ്പോൾ വിൽ ബി വെരി ടഫ്. ബിക്കോസ് ലാസ്റ്റ് സീസണിൽ നമ്മൾ കണ്ട പോലെ ബ്രൂണോ, മൗണ്ട് അല്ലെങ്കിൽ ബ്രൂണോ, അമാദ്, അതിന് അപ്രണ്ട് സെർക്സി, അങ്ങനത്തെ ഒരു ഫ്രണ്ട് ത്രീ അല്ല അവർക്ക്. ദേ വെരി വെരി ഗുഡ് പ്രസസ്. ഷെഷ്കോ ഒക്കെ ഫിസിക്കലി വന്ന് ഇൻറ്റിമിഡേറ്റ് ചെയ്യും സെൻറ്റർ ബാക്സിനെ. അപ്പോൾ ഞാൻ അറിയില്ല അത് ഒരിക്കലും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ സിറ്റിക്ക് എന്ന് എനിക്കറിയില്ല. ദേ കാൺട്ട് അബ്സോർബ് പ്രഷർ. റോഡ്രി ഒരാൾക്ക് മാത്രം അവർ രക്ഷിക്കാൻ പറ്റണമെന്നില്ല. സോ ഐ തിങ്ക് ഞാൻ ക്ലിയർലി യുണൈറ്റഡ് ഒരു വിന്നർ ആണെന്നോ യുണൈറ്റഡ് ജയിക്കുന്നു പറയുന്നില്ല. പക്ഷേ ഐ ഫീൽ യുണൈറ്റഡ് വിൽ ബി മോർ കോൺഫിഡൻറ്റ് ദൻ സിറ്റി എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഹൈലി ഇഞ്ചുറി റിഡൺ ആയി തുടങ്ങിയിട്ടുണ്ട് സിറ്റി. ക്ലബ് വേൾഡ് കപ്പ് കളിച്ച എല്ലാ ക്ലബ്ബുകൾക്കും ഇഷ്യൂ വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ ഐ തിങ്ക് അതൊരു പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് സിറ്റിക്ക്. പിന്നെ ദർ ഇസ് എൻ അഡ്വാൻറ്റേജ് എത്തിഹാദാണ്. പക്ഷേ സ്റ്റിൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഒരു അൺലെസ് യുവർ ഇപ്പോൾ എത്ര റോക്ക് സോളിഡ് ഒരു ടീം കളിച്ചാൽ യു ക്യാൻ ഹാവ് ദറ്റ് ഹോം അഡ്വാൻറ്റേജ് എന്ന് എനിക്ക് തോന്നുന്നു. ടീമിന് ഞാൻ പറയില്ല, ടീം ആസ് എ ഹോൾ ദേ ലുക്ക് വെരി ഷേക്കി സിറ്റി. എനിക്ക് തോന്നുന്നത് യുണൈറ്റഡിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. ദേ ഡു ഹാവ് എ ചാൻസ് ടു ബീറ്റ് സിറ്റി. കാര്യം ഇതിലും വീക്കായിട്ടുള്ളൊരു അറ്റാക്കിൽ നിന്ന് അവർ സിറ്റിയെ തോപ്പിച്ചതാണ്. അപ്പോൾ ഐ തിങ്ക് ഇപ്പോഴും ദേ ഡു ഹാവ് എ ചാൻസ് ടു ബീറ്റ് സിറ്റി. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് നടക്കില്ലെന്ന് അറിയില്ല. പക്ഷേ ഐ സി എൻ അപ്പർ ഹാൻഡ്. എനിക്ക് സ്കോറായിട്ടൊന്നും പറയാൻ അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു യുണൈറ്റഡ് ക്യാൻ ഡു ദാറ്റ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നമുക്ക് എന്താണെന്ന് നോക്കാം. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ